പ്രിസം വാഷിംഗ് ആൻഡ് സ്റ്റീം അയൺ സെന്റർ പുന്നമ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാഷിംഗ്, അയണിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പുന്നമ്പറമ്പ് സെന്ററിലുള്ള കളക്ഷൻ സെന്ററിൽ വസ്ത്രങ്ങൾ സ്വീകരിക്കും. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരി ടൗണിലുള്ള അഷ്ടപതി കോംപ്ലക്സിൽ കളക്ഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇനി വാഷിംഗും അയണിംഗും ഒരു പ്രശ്നമേയല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9650444445 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. എനി ടൈം ന്യൂസിൻ്റെ പുതിയൊരു റൗണ്ട് അപ്പ് എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു സെപ്റ്റംബർ 2 മുതൽ തുടങ്ങുകയാണ്. അതിന് എല്ലാവിധ ആശംസകളുമായി എങ്കിക്കാട് ദേശത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എനി ടൈം ന്യൂസിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളിലേക്കും സെക്കൻഡുകൾക്ക് ഉള്ളിൽ വാർത്തകൾ എത്തിക്കുന്നതിന് ഏറ്റവും വലിയൊരു ഓൺലൈൻ ചാനലാണ് എനി ടൈം ന്യൂസ്. അതിന് എല്ലാവിധ ആശംസകളും എങ്കിക്കാട് ദേശത്തിൻ്റെ ഭാഗത്തു നിന്ന് നേരുന്നു. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. മലയാള സിനിമയിൽ നിന്ന് മോശം അനുഭവമുണ്ടായതായി വെളിപ്പെടുത്തി നടി സുപർണ ആനന്ദ്. മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന വൈശാലി, ഞാൻ ഗന്ധർവൻ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയയായ നടിയാണ് സുപർണ. സിനിമയിലെ പ്രശ്നങ്ങൾക്ക് ഇനിയെങ്കിലും പരിഹാരമിടണമെന്നും അവർ പറഞ്ഞു. സിനിമയിൽ സ്ത്രീകൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. എനിക്കും മലയാള സിനിമയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമായതിനാൽ കൂടുതൽ വെളിപ്പെടുത്താനില്ലെന്നും അവർ പറഞ്ഞു. ആരോപണ വിധേയനായ MLA മുകേഷ് രാജിവെക്കണമെന്നും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും നടി പറഞ്ഞു. സിനിമയിൽ പ്രയാസങ്ങൾ നേരിട്ടതിനാലാണ് സിനിമ ഉപേക്ഷിച്ചത്. സമ്മർദ്ദങ്ങൾക്ക് നിന്നുകൊടുത്തിരുന്നില്ല. കാസ്റ്റിംഗ് കൗച്ച് നേരത്തെ മുതൽ സിനിമയിലുണ്ട്. ഉപദ്രവിച്ചവരുടെ പേര് പറയാൻ നടിമാർ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുന്നുവെന്നും സുപർണ കൂട്ടിച്ചേർത്തു. പ്രശസ്ത സംവിധായകൻ ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന സിനിമ ഏറെ ജനശ്രദ്ധ ആകർഷിക്കുകയും ജനപ്രീതി നേടുകയും ചെയ്ത ചിത്രമായിരുന്നു. നടി സുപർണയുടെ മേനിയഴകെ എടുത്തു കാണിച്ച ചിത്രമാണ് വൈശാലി. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.